എന്തിനും എല്ലാത്തിനും കമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ട് അങ്ങനെ പറയരുത്. ജാസി അങ്ങനത്തെ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? കമന്റ് ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് വാ തുറന്ന നുണ മാത്രമാണ് പറയുന്നത്. ഇവൻ വാ തുറക്കുന്നത് ഒന്ന് ദേഷ്യനും പിന്നെ നുണ പറയാനാണ്. അതായത് ഒന്ന് മറ്റേതിനും ഒന്ന് നുണ, അങ്ങനത്തെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ കാണുമ്പോ ഭയങ്കര അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര മോശപ്പെട്ട ഒരു ഫീലിംഗ്. സംബന്ധിച്ചിടത്തോളം ജാസി ഇപ്പൊ ഈ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ജാസിക്ക് ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിനക്ക് ശരിക്കും മനസ്സിലായോ? ജാസി അങ്ങനെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. ആക്ച്വലി ജാസി വളരെ മാന്യമായിട്ട് ഇപ്പൊ വീഡിയോസ് ചെയ്തിട്ടാണേലും അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓ അപ്പൊ അതാണ് കാര്യം അല്ലേ? ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടൽ ബോൾഗാട്ടി പലസ് വർക്ക് ചെയ്തതാണ്. ഞങ്ങൾ അതിന് മുന്നേ തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. ആ സമയം തൊട്ട് ജാസി എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ അപ്പൊ ജാസിയുടെ ഭാഗത്തുനിന്ന് കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല. ജാസിയുടെ ഭാഗത്തുനിന്ന് കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പേഴ്സണലി തിരുത്തി കൊടുക്കുന്ന ഒരാൾ തന്നെയാണ്. അതേപോലെ തന്നെ ജാസി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആളുകളോടാണെങ്കിൽ പബ്ലിക്കിലാണെങ്കിൽ സോറി പറയാൻ അത് വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ് ജാസി. ഭയങ്കരം തന്നെ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആ വ്യക്തിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജാസി ഒരിക്കലും ഒരു മോശമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളല്ല. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്മ്യൂണിറ്റികളും അങ്ങനത്തെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ മോശമായിട്ടല്ല അങ്ങനെ ഒരു കാര്യത്തിനല്ല ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജീവിക്കാൻ വേറെ വഴിയില്ലാത്ത ആളുകളായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് വലിയ ആക്രാന്തം തോന്നുന്നില്ല. പട്ടിണിയില്ലാണ്ട് ജീവിക്കണം മുകേഷ് അംബാനിയെ പോലെ. ഇപ്പൊ എന്തിനും എല്ലാത്തിനും കമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ട് അങ്ങനെ പറയരുത്. ജാസി അങ്ങനത്തെ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.